ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. നമുക്കൊരാൾ കുറച്ച് പൈസ തന്ന് സഹായിച്ചു. മീര എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും നമ്മൾ സഹായിക്കാറുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോട്ടുമോൻ്റെ അടുത്ത് പോവാം. അതിനകത്തൊരു പെഡിഗ്രി നമ്മളവിടെ കൊടുത്തുകൊണ്ട് പോരാറുണ്ട്. അപ്പം ചോട്ടുമോൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. കുറേ പേര് ചോദിച്ചായിരുന്നു ചോട്ടുമോൻ എന്തെടുക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലല്ലോ ഒന്നും. ഞാനിപ്പോൾ ഇടയ്ക്കാണ് ചോട്ടുമോൻ്റെ അടുത്ത് പോവാറ്. അവൻ സേഫായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിപ്പോൾ നോക്കാം എന്തെടുക്കുന്നു എന്നുള്ളത്. കുറേ ദിവസമായി വന്നിട്ട് അവൻ്റെ അടുത്ത്. ചോട്ടു മനസ്സിലായ ചോട്ടു തുറക്കാട്ടാ. ആ എവിടെയാ വീട്ടിക്കന്തേ എവിടെ വെച്ചേക്കണത്? എടാ ഇല്ല. നമ്മുടെ ചോട്ടുമോൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ ഉപേക്ഷിച്ചാണ്. മുമ്പ് അവൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അന്നേരം അവനെ ഒരു സ്ത്രീ, ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ കടത്തിണ്ടയിലാണ് എപ്പോഴും അവൻ വന്ന് കിടക്കാറ്. അവിടെ വെച്ച് അവനൊരു ആക്സിഡൻറ്റ് പറ്റി തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങി. ആ സ്ത്രീ ആകട്ടെ ദുഷ്ടയായൊരു സ്ത്രീയാണ്. അവർ ആ ചോട്ടുമോനെ തോണ്ടി 1 കിലോമീറ്റർ അപ്പുറത്തോളം തോണ്ടി എറിഞ്ഞു. പാവം അത് അവിടെ കിടന്ന് നിലവിളിച്ചു. ഞാനാകട്ടെ ഇവനെ കാണാതെ വിഷമിച്ച് ഇതിലൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു. പക്ഷേ എൻ്റെ മോൻ അവിടെ കിടന്ന് കരയുന്നത് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് അവനവിടെ ഒരു കുഴി കിടന്ന് കരയുന്നുണ്ടെന്ന്. അന്ന് പെയ്ത മഴ മുഴുവൻ ചോട്ട് കൊണ്ടു. അന്നേരം ആ കുഴിയിൽ നിന്ന് ഞാൻ അവനെ ആ കടത്തിണ്ണയിൽ കയറ്റി കിടത്തി മരുന്നും ഭക്ഷണവും കൊടുത്ത് പരിചരിച്ചു. പിന്നീട് ആ സ്ത്രീയെ, ആ സ്ഥാപനം നടത്തുന്ന സ്ത്രീ അവിടെ കാണാനില്ലായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ സ്ഥാപനം പൂട്ടി അവർ പോയി. അവർക്ക് എന്തോ അസുഖം ബാധിച്ച് അവരുടെ കാലോ കയ്യോ എന്തോ മുറിച്ച് കാട്ടിക്കളഞ്ഞു. ആ സ്ത്രീ ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ ആ സ്ഥാപനം നിർത്തിയിട്ട് ഏതോ വീട്ടിൽ ജോലിക്ക് പോകുന്നതായിട്ടാണ് അറിഞ്ഞത്. എനിക്ക് ചോട്ടുമോനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരും. അന്ന് ആ സ്ത്രീയെ ഞാൻ ഒരുപാട് ശപിച്ചു. കാരണം തീരെ കുഞ്ഞാണ്. ആ കടയുടെ, ആ സ്ഥാപനത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി കിടന്ന കുഞ്ഞിനെ അവരെത്രമാത്രം ദ്രോഹിച്ചു. ഇന്നിപ്പോൾ ആ ചോട്ടുമോൻ എവിടെ നിൽക്കുന്നു, ആ സ്ത്രീ എവിടെ കിടക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് മിണ്ടാപ്രാണികളെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അവരെ ദ്രോഹിക്കാതിരിക്കുക. എത്രമാത്രം വേദന ആ കുഞ്ഞ് സഹിച്ചു ആ സ്ത്രീ കാരണം കൊണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക.